വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ രാഘവൻ നായരോട് സത്യഭാമ ആകെ ദേഷ്യപ്പെടുന്നുണ്ട്. എനിക്ക് കേൾക്കണ്ട നിങ്ങളുടെ പഴം പുഴുങ്ങിയ പോലുള്ള വർത്തമാനം, ആണുങ്ങളുടെ വില കളയാനായിട്ടെന്ന് പറഞ്ഞ് ഭാമ അങ്ങ് ഉമ്മറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അന്നേരം ഇതെന്തുവാ ഇത് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, എൻ്റെ ഭഗവാനെ ഇതൊക്കെ എന്താണെന്നും പറഞ്ഞ് രാഘവൻ നായർ കട്ടിലേക്ക് ഇരിക്കുന്നുണ്ട്. അന്നേരവും ആ പേപ്പർ അവിടെ തന്നെ കിടക്കുകയാണ്. ഇതേ സമയം ശാലിനിയാണെങ്കിൽ ഓട്ടോയിൽ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം പിന്നാലെ വിഷ്ണുവും എത്തുന്നുണ്ട്. ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട് ശാലിനി ഞാൻ പറയുന്നൊന്ന് കേൾക്ക് എന്ന് പറയുമ്പോൾ എനിക്കൊന്നും കേൾക്കണ്ട, ഇതൊരു ഹോസ്പിറ്റലാണ്, വിഷ്ണുവേട്ടൻ കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞ് ശാലിനി അങ്ങ് അകത്തേക്ക് കയറുകയാണ്. എന്നിട്ട് ഇതെന്താ ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ആലോചിച്ചുകൊണ്ട് വിഷ്ണുവും കൂടെ കയറുന്നുണ്ട്. അന്നേരം അവിടെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ പോലീസൊക്കെ ഉണ്ട്, ശാലിനിയെ സല്യൂട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം രോഹിത് എന്താ സംഭവിച്ചത് എന്ന് പറഞ്ഞ് ചെല്ലുകയാണ്. അന്നേരം വിഷ്ണു പിന്നാലെ എത്തുന്നുണ്ട്. അന്നേരം ഉപേന്ദ്രൻ വന്ന് ആകെ വഴക്കും ബഹളവും ഒക്കെയായി. എന്നെയാണ് ഉന്നം വെച്ചത്, പക്ഷേ കൊണ്ടത് ശ്യാമയ്ക്കാണ് എന്നിങ്ങനെ പറയുമ്പോഴാണ് വിഷ്ണു സംഭവം അറിയുന്നത്. വിഷ്ണു അന്നേരം ആകെ ശ്യാമ എന്നും പറഞ്ഞ് ആകെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. അന്നേരം തോളിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് കൊണ്ടത്, അതുകൊണ്ട് ആളപായമൊന്നുമില്ല, സർജറി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് ഡോക്ടർ ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം ശാലിനി ചോദിക്കുന്നുണ്ട്, അന്നേരം കുഴപ്പമൊന്നുമില്ല, ബ്ലഡ് ഒരുപാട് പോയി, ആളിവിടെ ഉണ്ടാകണം, ആരെങ്കിലും ഇവിടെ കാണണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം എന്താവശ്യം ഉണ്ടെങ്കിലും ഇവിടെ ആളുണ്ടാകുമെന്നിങ്ങനെ ഡോക്ടറോട് ശാലിനി പറയുന്നുണ്ട്. അതിന് ശേഷമാണെങ്കിൽ രോഹിത് ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. തുടർന്ന് ശാലിനി രോഹിത്തിനോട് പറയുന്നുണ്ട്, എന്തെങ്കിലും ആവശ്യം, ഇത് ചെയ്യിപ്പിക്കുന്നത് സുസ്മിതയാണ്, സുസ്മിതയുടെ കയ്യിലെ പാവയാണ് ഉപേന്ദ്രൻ, പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ശാലിനി ഇങ്ങനെ വിഷ്ണുവിനെ ഒന്ന് നോക്കിയിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയാണ്. അന്നേരം വിഷ്ണു ആണെങ്കിൽ ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. രോഹിത്തിനെ നോക്കിയിട്ട് തോളിലിങ്ങനെ പിടിച്ചിട്ട് ഞാൻ അറിഞ്ഞില്ല രോഹിത്തെ എന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുകയാണ്. എന്നിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് വിഷ്ണു പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അന്നേരം ശാലിനി ഇങ്ങനെ ആ മുറ്റത്തേക്ക് ഇറങ്ങി കഴിഞ്ഞു ഹോസ്പിറ്റലിൻ്റെ. അന്നേരം ശാലിനി ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്, സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ അവിടെ നിന്ന് മാറിയൊന്നും അല്ല, ഞാൻ പോയത് വേറൊരു ആവശ്യത്തിനെന്ന് പറയുമ്പോൾ എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞ് വീണ്ടും വിഷ്ണുവിനെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തടുക്കുകയാണ് ശാലിനി. ഞാനൊരു ജില്ലാ കളക്ടറാണ്, എൻ്റെ അനിയത്തിയാണ് ഇവിടെ വെടിയേറ്റ് കിടക്കുന്നത്, അങ്ങ് വരാനായിട്ട് ഒരു ഓട്ടോ പിടിക്കേണ്ടി വന്നു എന്ന് വെച്ചാൽ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ശാലിനി ആകെ ദേഷ്യത്തിലാണ്. വിഷ്ണുവിനെ ഒന്ന് സംസാരിക്കാനായിട്ട് ശാലിനി സമ്മതിക്കുന്നേ ഇല്ല. എന്നിട്ട് താക്കോലിങ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന് ബലമായിട്ട് താക്കോല് വാങ്ങിയിട്ട് ശാലിനി വണ്ടി എടുത്ത് പോവുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. വീട് നോക്കാനാണ് പോയത്, തനിക്ക് കൂടി വേണ്ടിയിട്ടാണ് എന്നൊക്കെ വിഷ്ണുവിന് പറയണമെന്നുണ്ട്. പക്ഷെ അതൊന്നും പറയാനായിട്ട് ശാലിനി വിഷ്ണുവിനെ സമ്മതിക്കുന്നുമില്ല. വിഷ്ണു ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അതേസമയം അവിടെ വീട്ടിൽ ശാരദാമ്മയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട്. അന്നേരം ശാരി പറയുന്നുണ്ട്, അമ്മ ഒറ്റയ്ക്ക് പോയാൽ എങ്ങനെയാ, ശാലിനി ആരെങ്കിലും വന്നിട്ട് എന്ന് പറയുമ്പോൾ ഇനി ആരെയും കാക്കുന്നില്ല, അവൾക്ക് എന്തായെന്ന് അറിയാതെ ഞാൻ ഇനി എന്താ ചെയ്യുക എന്ന് പറയുമ്പോൾ ഞാൻ കൂടി വരാമെന്ന് ശാരി പറയുന്നുണ്ട്. അന്നേരം ഈ ഒരു അവസ്ഥയിൽ മോള് വരണ്ട, റെസ്റ്റ് വേണമെന്നല്ലേ പറഞ്ഞത്, ഇനി ഓട്ടോയിലിരുന്ന് ഒക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും വന്നാൽ എനിക്കാണ് ആദ്യം, പിന്നെ എനിക്കാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് പോലും ഒരു പിടിയും കിട്ടുന്നില്ല, മോള് രോഹിത്തിനെ വിളിച്ചിട്ട് കിട്ടിയോ എന്ന് ചോദിക്കുക. അന്നേരം ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ രോഹിത് മാത്രമല്ലേ ഉള്ളൂ എന്നിങ്ങനെ ശാരിക പറയുന്നുണ്ട്. അന്നേരം അതേ ഓരോ ഓട്ടത്തിലായിരിക്കും, ഒരു കൈ സഹായത്തിന് ആരെങ്കിലും വേണ്ട, ഇനി ഇവിടെ ആരും നോക്കി നിന്നിട്ട് കാര്യമില്ല, ഞാൻ എന്തായാലും പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ ഓട്ടോ വരുന്നുണ്ട്. തുടർന്ന് ശാരിയോട് പറയുന്നുണ്ട്, ഹോട്ടലിലൊന്നും നോക്കി വേണം, ആരെങ്കിലും എന്നെ അന്വേഷിച്ച് വന്നാൽ ഹോസ്പിറ്റലിൽ പോയി എന്ന് പറഞ്ഞാൽ മതി എന്ന് ആദ്യം പറയുന്നുണ്ട്. അല്ലെങ്കിൽ വേണ്ട അത് പറയണ്ട, ഒരിടം വരെ പോയിരിക്കുകയാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ശരദം ഓട്ടോയിൽ കയറുന്നുണ്ട്. അന്നേരവും ഓട്ടോയിൽ ഇരുന്നൊക്കെ ശരദാമ്മയെ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ കുഞ്ഞിനൊരു ആപത്തും വരുത്തല്ലേ എന്നുള്ളത്. എന്നിട്ട് ശരദം ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. അതേസമയം ശാലിനി ആണെങ്കിൽ നേരെ പോകുന്നത് സുസ്മിതയുടെ അടുത്തേക്കാണ്. ശാലിനിയുടെ വണ്ടിയാണെങ്കിൽ സുസ്മിതയുടെ വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറുമ്പോൾ സുസ്മിതയാണെങ്കിൽ എവിടെ പോകാനായിട്ട് ഇറങ്ങുകയായിരുന്നു. അതിൻ്റെ ശാലിനിയുടെ വണ്ടി വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അന്നേരം ജില്ലാ കളക്ടർ എന്താ ഈ വഴിക്ക് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരമാണെങ്കിൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അല്ലേ ഇങ്ങനെ ഒരു വരവ് എന്ന് ചോദിച്ചുകൊണ്ടാണ് ശാലിനി കയറി വരുന്നത്. അന്നേരം ഞാൻ എന്തിന് നിന്നെ പ്രതീക്ഷിക്കണം, എനിക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്തവരുമായിട്ടേ ഞാൻ ചങ്ങാത്തം കൂടാറുള്ളൂ, അങ്ങനെയുള്ളവരെ ഞാൻ പ്രതീക്ഷിക്കാറുള്ളൂ എന്ന് പറയുമ്പോൾ ശാലിനി തിരിച്ചു പറയുന്നുണ്ട്, അപ്പോൾ നിനക്കറിയാമല്ലേ ഞാൻ എത്തിപ്പിടിക്കാൻ പറ്റാത്തതാണ് എന്നുള്ളത്, പിന്നെ എന്തിനാണ് നിൻ്റെ ഈ തറവേല കാണിച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം അപ്പോൾ ജില്ലാ കളക്ടറാണെങ്കിൽ എൻ്റെ തറവേലയൊക്കെ കണ്ട് മാർക്കിടാനായിട്ട് വന്നതാണോ, അതൊന്നും കൂട്ടിയാലായിട്ട് കൂടില്ല, പൊന്നുതമ്പുരാന് പോലും അറിയില്ല ഞാൻ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നിന്ന് കഥാപ്രസംഗം പറയാതെ ഇറങ്ങിപ്പോടി എൻ്റെ വീട്ടിൽ നിന്ന് എന്നിങ്ങനെ പിന്നെ സുസ്മിത പറയുകയാണ്. അന്നേരം ശാലിനിക്കാണെങ്കിൽ ആകെ ദേഷ്യപ്പെടുന്നുണ്ട്. ശാലിനി പറയുന്നുണ്ട്, മാന്യമായിട്ട് ഇടപെടുന്നത് ശാലിനിയെ മാത്രമേ നീ കണ്ടിട്ടുള്ളൂ, പക്ഷേ എൻ്റെ കൂടപ്പുറപ്പുകൾ എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ നിന്നെ ഞാൻ വെറുതെ വിടില്ല, എൻ്റെ ശ്യാമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഞാൻ അടങ്ങി ഇരുത്തില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരമേ ആദ്യമേ സുസ്മിത സംസാരിക്കുമ്പോൾ എൻ്റെ വേലത്തരങ്ങൾ കൂടുതലാണെന്നൊക്കെ ഇങ്ങനെ സുസ്മിത പറഞ്ഞു വരുമ്പോൾ അത് നല്ല
4 തല്ല് കിട്ടാത്തതിൻ്റെ കുറവാണ്. അകത്ത് കിടന്ന് 2 പെട കിട്ടുമ്പോൾ അതൊക്കെ ശരിയാകും, സെൻട്രൽ ജയിലിൽ കിടക്കുമ്പോൾ അതൊക്കെ ശരിയാകും എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. അന്നേരം ജയിലിൽ കിടന്നിട്ട് നിൻ്റെ പോലീസ് ഏമാന്മാരൊക്കെ നല്ല രീതിക്ക് വന്ന് മുട്ടാൻ നോക്കിയതാണ്, പക്ഷെ ഒരുത്തി പോലും എൻ്റെ മുന്നിൽ വന്ന് നേരെ നിന്നിട്ടില്ല. ഈ സുസ്മിതയെ കണ്ടപ്പോൾ പട്ടിക്ക് പനി വന്ന പോലെ മുട്ട് പറിച്ചുകൊണ്ടാണ് നിന്നത്. ഒരെണ്ണമെങ്കിലും എനിക്ക് തന്നിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ പണ്ടേ നന്നായിപ്പോനെ എന്ന് പറയുന്നുണ്ട്. അന്നേരമാണ് ശ്യാമയുടെ കാര്യം സുസ്മിത പറയുന്നത്. അപ്പോൾ അനിയത്തിയുടെ തോളലിൽ കയ്യിലൽപ്പം തുള വീണതിന് കുഞ്ഞേച്ചി അത് ചോദിക്കാനായിട്ട് ഇറങ്ങിയതാണല്ലേ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പറയുകയാണ്, നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നിൻ്റെ അനിയത്തിയാണെങ്കിൽ കുടുംബശ്രീ വീട്ടിൻ്റെ ഉമ്മറത്ത് വെള്ളയൊക്കെ പുതപ്പിച്ച് പിന്നെ സാമ്പ്രാണിത്തിരി നിലവിളക്ക് കത്തിച്ച് ഇങ്ങനെ വച്ചിരിക്കുന്ന ഒന്ന് ആലോചിച്ച് നോക്കി. കൊടുത്തു വിട്ട ആളിനെ ഉന്നം പിഴച്ചു പോയത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ അവളുടെയും തൊണ്ട കീറി അത് പോയേനെ. ഇനി പാഴായി പോയ ഉണ്ടയുടെ കഥ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ സുസ്മിത കത്തി കയറുമ്പോൾ ശാലിനിക്ക് അങ്ങ് ദേഷ്യം കരുതുകയാണ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ ശാലിനിയാണെങ്കിൽ പെട്ടെന്ന് സുസ്മിതയുടെ കഴുത്തിനങ്ങ് പിടിക്കുന്നുണ്ട്. പ്രതീക്ഷിക്കുന്നില്ല സുസ്മിത അത്. ഓർക്കാപ്പുറത്ത് അങ്ങനെ ഒരു പിടി വീഴുമ്പോൾ സുസ്മിത പേടിക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങോട്ട് വലിച്ച് നീക്കി കൊണ്ടുപോയിട്ട് ആ സിറ്റൗട്ടിലേക്ക് അങ്ങ് എറിയുകയാണ് സുസ്മിത. എന്നിട്ട് പറയുന്നു, നിൻ്റെ നാവാണ് നിൻ്റെ കാലൻ, അത് വലിച്ച് പുറത്തിട്ടിട്ട് നിൻ്റെ ആയുസ് ഞാൻ അവസാനിപ്പിക്കൂ. ഇനി നീ ഇങ്ങനെ എന്തെങ്കിലും കാണിച്ചാൽ കൊന്ന് തള്ളുകൂടി നിന്നെ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കഴുത്തിനിങ്ങനെ പിടിക്കുന്നുണ്ട്. അന്നേരം സുസ്മിതയ്ക്ക് അകപ്പാടേക്ക് ശ്വാസം മുട്ടുകയാണ്. എന്നാണ് ഒന്നുകൂടി ഇറുക്കി പിടിക്കുന്നുണ്ട് ശാലിനിയാണെങ്കിൽ. ഈ സമയത്ത് ജഗദീപ് അത് മോളിൽ നിന്നിങ്ങനെ കാണുന്നുണ്ട്. ആ സമയത്ത് തന്നെ ചന്ദ്രബോസിൻ്റെ വണ്ടിയും വന്ന് നിൽക്കുകയാണ്. അന്നേരം സുസ്മിത ഇത് കൈ എടുക്കുന്നുണ്ട്. പക്ഷേ ജഗദീപ് മോളിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ, താഴേക്ക് ഇറങ്ങി വരുന്നില്ല. തുടർന്ന് ചന്ദ്രബോസ് ചോദിക്കുന്നുണ്ട്, ജില്ലാ കളക്ടർ എന്താ 3-ാം മുറയായിട്ട് ഇറങ്ങിയിരിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം നിന്നെ പോലുള്ളവർ ഓരോന്ന് തറ വേലകൾ കാട്ടിക്കൂട്ടിയാൽ പിന്നെ കൈയും കെട്ടി നോക്കി നിൽക്കണമെന്നിങ്ങനെ ശാലിനി ചോദിക്കുന്നുണ്ട്. അന്നേരം ജഗദീപ് മോളിൽ നിന്ന് ഇതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അന്നേരം പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ ഒരു തോക്ക് സംഘടിപ്പിച്ച ഉപേന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ല്, അവനാണ് ഇതെല്ലാം ചെയ്ത് കൂട്ടിയത്, പക്ഷേ ഇതിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്നിങ്ങനെ പറയുമ്പോൾ സുസ്മിതയും പറയുന്നുണ്ട്, ഇതിൽ ഞങ്ങൾക്ക് പങ്കില്ല, അവൻ്റെ ടാർഗറ്റ് രോഹിത്താണ്, രോഹിത്തിനെ കൊല്ലാനായിട്ട് അവൻ എന്തും ചെയ്യും, തീരുമാനിച്ചുറപ്പിച്ച എന്തും ചെയ്യും എന്നിങ്ങനെ പറയുമ്പോൾ, അപ്പോൾ കൂടെ നിന്നവനെ അങ്ങോട്ട് ഉദ്ദിഷ്ടകാര്യം സാധിക്കാത്തത് കൊണ്ട് അങ്ങ് ഒറ്റി കൊടുത്തു അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം വേന്ദ്രൻ്റെ മുകളിൽ ആ കുറ്റം വയ്ക്കുമ്പോൾ ഇവർ കൈയൊഴുകയാണെന്ന് ശാലിനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഈ ഒരു സംഭവത്തിൽ ഇവർക്ക് പങ്കില്ല എന്നുള്ളതും അവരോട് പറയുന്നുണ്ട്. തുടർന്ന് ശാലിനി പറയുന്നുണ്ട്, എൻ്റെ കുടുംബം എനിക്ക് പ്രധാനമാണ്, അതുകൊണ്ട് ഇനി എൻ്റെ കുടുംബത്തിന് നേരെ ഇതുപോലുള്ള പരിപാടിയായിട്ട് ഇറങ്ങിയാൽ രണ്ടിൻ്റെയും ആയുസ്, നിങ്ങളുടെ ആയുസ്സിന് കുറുകെ ഞാനൊരു വര എങ്ങ് വരയ്ക്കും എന്ന് വെച്ചാൽ നിങ്ങൾ ആയുസ്സിന് ജീവിതകാലം മുഴുവൻ അകത്ത് കിടക്കേണ്ടത് മൊത്തം വെച്ച് ഒരു പൂട്ട് ഈ ശാലിനി പൂട്ടുകയുള്ളൂ. ജില്ലാ കളക്ടറാണ് പറയുന്നത്, അധികാരവും ചങ്കുറപ്പും ഉള്ള ഒരു പെണ്ണിൻ്റെ മേലെ മുട്ടാനായിട്ട് വരരുത് എന്നിങ്ങനെ പറയുമ്പോഴും ചന്ദ്രബോസ് ഇങ്ങനെ പുച്ഛഭാവത്തിൽ നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ശാലിനി വിഷ്ണുവിൻ്റെ സർവീസ് ബുക്കിൽ ഇനി ഒരു ചുമന്ന മാർക്ക് വീണാലും കുഴപ്പമില്ല, എൻ്റെ കുടുംബം പ്രധാനമാണ്, അതുകൊണ്ട് നിങ്ങളുടെ ആയുസ്സിന് കുറുകെ ഞാൻ വരയ്ക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട്, ഉപേന്ദ്രൻ നിങ്ങൾ ഏത് മാളത്തിൽ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചാലും അവനെ പുകച്ച് പുറത്ത് ചടിക്കാനുള്ള വറ്റൽമുളകും കുന്തിരിക്കും ഒക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, അതങ്ങോട്ട് പറഞ്ഞുതരാം, ഇത് നിങ്ങൾക്കുള്ള ലാസ്റ്റ് വാണിംഗ് ആണ്, ഇനി എന്നെ നേരെ മുട്ടാനായിട്ട് വന്നാൽ എല്ലാത്തിനെയും ഞാൻ തീർത്ത് കളയുന്നൊക്കെ കുറേ പഞ്ച് ഡയലോഗൊക്കെ ശാലിനി ഇവിടെ പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ഇവരെ പൂട്ടും എന്നുള്ളത് തന്നെയാണ്, ഒരിക്കലും പുറത്ത് കടക്കാനാകാത്ത വിധമുള്ള പൂട്ട് തന്നെ ശാലിനി പൂട്ടും, ശാലിനി വിഷ്ണു പൂട്ടും, കളക്ടറുടെ പവർ കാണിക്കും, അധികാരം കാണിക്കും എന്നൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗ് പറഞ്ഞിട്ട്, ഇത് നിങ്ങൾക്കുള്ള അവസാനത്തെ വാണിംഗ് ആണോ, ഒന്ന് ഓർത്ത് വെച്ചോ, അവനോടും പറഞ്ഞേക്ക് എന്ന് പറഞ്ഞിട്ട് ശാലിനി ഇങ്ങനെ സ്ലോ മോഷനിലൊക്കെ നടന്നു വന്ന് കാറെടുത്ത് പോകുന്നുണ്ട്. അന്നേരം സുസ്മിത പക്ഷേ ആകെ പേടിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ ചന്ദ്രബോസിന് യാതൊരു കൂസലുമില്ല. തുടർന്ന് ആകെ പേടിക്കുന്ന സുസ്മിത പറയുന്നുണ്ട്, ചിറ്റപ്പ അവൾ എന്ന് പറയുമ്പോൾ പോട്ടടി, അവൾ ഏതറ്റം വരെ പോകുമെന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രബോസ് അങ്ങ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. പക്ഷേ സുസ്മിത നന്നായിട്ട് പേടിക്കുന്നുണ്ട് ശാലിനിയുടെ ആ ഒരു ഭീഷണിയിലൊക്കെ. തുടർന്നാണെങ്കിൽ ചന്ദ്രബോസ് അകത്തിരിക്കുന്നുണ്ട്. സുസ്മിതയാണെങ്കിൽ ഉപേന്ദ്രനെ ഫോൺ ചെയ്യുകയാണ്. അന്നേരം കാര്യങ്ങൾ ഇപ്പോൾ ഒറ്റയ്ക്കാണല്ലേ തീരുമാനിക്കുന്നത്, ഞങ്ങളെ ആരും ഒന്നും അറിയിക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ, എല്ലാം നഷ്ടപ്പെട്ടവന് പിന്നെ നോക്കിയിട്ടൊന്നും കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് തിരിച്ച് കുറേ പഴഞ്ചൊല്ലൊക്കെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. തുടർന്ന് പറയുന്നുണ്ട്, പിന്നെ മറുഭാഗത്ത് വിഷ്ണുവാണ്, അവർ നിങ്ങളെ എല്ലായിടത്തും അരിച്ചു പെറുക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ, അപ്പോൾ എൻ്റെ നിഴലിനെ പോലും അവർ ഭയപ്പെടുന്നു എന്ന് ഉപേന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അന്നേരം നിഴലിനെ ഭയക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്, മറുവശത്ത് വിഷ്ണുവാണ്, തള്ളവരിൽ രഥമൂന്നി പിന്നെ യുദ്ധം ജയിപ്പിച്ച കൃഷ്ണൻ എന്നുള്ളത് വിഷ്ണുവിൻ്റെ അവതാരമാണ്, അപ്പോൾ ഒന്ന് പേടിക്കുക തന്നെ വേണം എന്ന് പറയുകയാണ്. അന്നേരം ഉപേന്ദ്രനെ ഒന്നും നോക്കാനില്ല, ഇനി കളി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഉപേന്ദ്രൻ മുതലാളിയുടെ അതിനു മുന്നേ ഉപേന്ദ്രൻ പറയുന്നുണ്ട്, രോഹിത്തിൻ്റെ കാര്യമാണ് പറയുന്നത്, അവൻ്റെ രക്തമങ്ങ് എടുക്കുകയാണ് ചെയ്യേണ്ടത്, അല്ലാതെ എന്ന് വെച്ചാൽ രോഹിത്തിനെ കൊല്ലും എന്നുള്ള ആ ഒരു കാര്യം തന്നെ ഉപേന്ദ്രനാണെങ്കിൽ അവിടെ സുസ്മിതയോട് പറയുന്നുണ്ട്. അന്നേരം ശത്രുക്കൾക്ക് നാശം വരുമ്പോൾ
വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് സന്തോഷിക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. എന്തായാലും ഉപേന്ദ്രൻ മുതലാളിയുടെ വെടിയുണ്ട രോഹിത്തിൻ്റെ ശരീരത്ത് തുളച്ച് കയറി എന്നുള്ളൊരു വാർത്ത കേൾക്കാനായിട്ട് ശുഭപ്രതീക്ഷയോടെ ഞങ്ങളിവിടെ ഉണ്ടാകും. ഞങ്ങളുടെ എൻ്റെ ചിറ്റപ്പൻ്റെയും കട്ട സപ്പോർട്ട് എന്തായാലും ഉപേന്ദ്രൻ മുതലാളിക്ക് ഉണ്ടാവും എന്ന് പറയാനാണ് ഒരിക്കൽ കൂടി വിജയാശംസകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുസ്മിത ഫോൺ വയ്ക്കുന്നുണ്ട്. പക്ഷെ മനഃപൂർവ്വം അവിടെ സുസ്മിത ഉപേന്ദ്രനെ എരിയേറ്റുന്നത് തന്നെയാണ്. ഫോൺ വെച്ചതിന് ശേഷം അത് ചന്ദ്രബോസിനോട് പറയുന്നുണ്ട്. മിക്കവാറും ഉപേന്ദ്രൻ ഈ ഒരു ആവേശത്തിൽ തീരും എന്ന് പറയുന്നുണ്ട്. ഒന്നുകിൽ അപ്പോൾ ഉപേന്ദ്രൻ വിഷ്ണുവിനെ തീർക്കും, അല്ലെങ്കിൽ വിഷ്ണുവിനെ ഉപേന്ദ്രൻ തീർക്കും. രണ്ടായാലും നമുക്ക് ലാഭം തന്നെയാണെന്ന് പറയുമ്പോൾ അയാളൊരു ബുദ്ധി ഇല്ലാത്തതാണ്. നോക്കി കണ്ടാതെ അങ്ങോട്ട് പ്രവർത്തിക്കും. പറഞ്ഞ് മനസ്സിലാക്കാൻ ചെന്നാൽ നമ്മൾ വെറുതെ ഇതാവും. അതുകൊണ്ട് നീ അതങ്ങ് വിട്ടുകളായ പോണ വഴിക്ക് പൊയ്ക്കോട്ടെ എന്നിങ്ങനെ ചന്ദ്രബോസ് പറയുന്നുണ്ട്. അന്നേരം എന്തായാലും നമുക്കിവിടെ സൈലൻ്റ് ആയിട്ടെന്നുള്ളൊരു ആട്ടം കാണാം. ഒപ്പം ഒരു റീത്തും കരുതിയേക്കാം. പിന്നെ കീചകനെങ്കിൽ കീചകൻ, ഭീമനെങ്കിൽ ഭീമൻ, ഏതായാലും നമുക്ക് ഉപകാരമാണല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്കിത് കണ്ടുകൊണ്ടിരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ചെയ്യുന്നുണ്ട്. അന്നേരം പിന്നെ സുസ്മിത ഉപേന്ദ്രനെ വിളിച്ചത് ആ രോഹിത്തിനെ കൊല്ലാൻ ഒന്നുകൂടി ഇരയേറ്റാൻ തന്നെയാണ്. പക്ഷെ അത് ഉപേന്ദ്രന് മനസ്സിലായില്ല എന്നുള്ളതാണ് സുസ്മിത കരുതുന്നത്. പക്ഷേ ഫോൺ വെച്ച ശേഷം ഉപേന്ദ്രൻ പറയുന്നുണ്ട്, അവൾ മനഃപൂർവ്വം എന്നെ ചൊറിയാൻ വിളിച്ചതാണ്, അവളുടെയൊക്കെ ലക്ഷ്യം എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ ഇനിയാണ് ശരിക്കുള്ള കളി ആരംഭിക്കാൻ പോകുന്നത്. ഈ ഉപേന്ദ്രൻ ആരാണ് എന്നുള്ളത് ശരിക്കും ഇനി എല്ലാവരും അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഉപേന്ദ്രൻ ഇരിക്കുന്നുണ്ട്. തുടർന്ന് ഉപേന്ദ്രനെ കാണാനായിട്ട് ഒരാൾ എത്തുന്നുണ്ട്. അന്നേരം ഐസക് പറഞ്ഞ ഡേവിഡ് മാർട്ടിൻ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയുന്നുണ്ട്. കൈയൊക്കെ കൊടുക്കുകയാണ്. എനിക്ക് പണം ഒരു പ്രശ്നമല്ല എന്നിങ്ങനെ ഉപേന്ദ്രൻ പറയുമ്പോൾ എനിക്ക് പണം പ്രശ്നമാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ഇങ്ങനെയുള്ള ഒരാളിനെയാണ് എനിക്കിഷ്ടം എന്ന് പറയുന്നുണ്ട്. ഐസക് കുറേ ആൾക്കാരുടെ പേരൊക്കെ പറഞ്ഞു. പക്ഷേ ഇതാണ് എനിക്ക് കൊച്ചിയിലൊക്കെയുള്ള കുറേ പേര് പറഞ്ഞു. പക്ഷേ എനിക്കൊരു പിന്നെ നല്ലൊരു ആളിനെ, കൊട്ടേഷനുള്ള ആളിനെ തന്നെ തരണമെന്ന് പറയുമ്പോൾ, കൂടെ നിൽക്കുന്ന ആളിനെ തന്നെ തരണമെന്ന് പറയുമ്പോൾ ഈ പേരാണ് നിർദ്ദേശിച്ചത്. അത് നീ ജനിച്ച സ്ഥലം തന്നെയാണ് എനിക്കവിടെ പ്രധാനമായിട്ട് തോന്നിയത്. മുംബൈ, അധോലോകത്തിലെ ആൾക്കാരൊക്കെ പറഞ്ഞു തുടങ്ങുന്ന മുംബൈ കുറിച്ചാണല്ലോ. അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കൊട്ടേഷൻ്റെ കാര്യമാണ് പറയുന്നത്. അന്നേരം ആരെയാണ് തീർക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം രോഹിത്തിൻ്റെ ഫോട്ടോ ആണെങ്കിൽ ഉപേന്ദ്രൻ ഇങ്ങനെ ഫോണിലെടുത്തിട്ട് ഡേവിഡിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അന്നേരം പിന്നെ സൂക്ഷിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അഡ്വാൻസ് അക്കൗണ്ടിലേക്ക് ഇട്ടേരെന്ന് പറയുന്നുണ്ട്. ഫോട്ടോ സെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് ഉപേന്ദ്രനും പറയുന്നുണ്ട്. അന്നേരം ബാക്കി കൃത്യം നടന്നതിന് ശേഷം ഫോൺ വിളിയോ ഒന്നും ഉണ്ടാകില്ല, ഞാൻ വന്ന് കാണും, അപ്പോൾ ബാക്കി പണം നേരിട്ട് തന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. തുടർന്നാണെങ്കിൽ സൂക്ഷിക്കണമെന്നിങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ ഐഡൻറ്റിറ്റി എന്നിങ്ങനെ ഉപേന്ദ്രൻ പറയുമ്പോൾ പിന്നെ അതൊന്നും ഞാൻ വെളിപ്പെടുത്തില്ല, ഇതെല്ലാം പൂ നുള്ളുന്നത് പോലെ ഞാൻ ചെയ്ത് തീർത്തിരിക്കും, പിന്നെ ആർക്കും ഒരു ഇതും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഡീൽ അവിടെ ഉറപ്പിക്കുകയാണ് ഡേവിഡും ഉപേന്ദ്രനുമായിട്ട്, രോഹിത്തിനെ കൊല്ലുക എന്നുള്ളത്. ഇത്രയുമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉപേന്ദ്രൻ്റെ ആ കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമായിരിക്കും ഈ ഡേവിഡ് ആണെങ്കിൽ. അന്നേരം അവിടെ വെച്ച് ഇനി എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ആപത്തൊന്നും സംഭവിക്കില്ലായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബാക്കി എന്താണെന്നുള്ളതൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം. പക്ഷേ വിഷ്ണുവിനോടുള്ള ആ ഒരു ശാലിനിയുടെ പിണക്ക് എങ്ങനെ മാറും എന്നുള്ളതൊക്കെയാണ്. പക്ഷേ ഫാമ ആ ഒരു ലെറ്റർ വായിക്കുന്ന ഇന്നത്തെ എപ്പിസോഡിലും കാണിച്ചിട്ടില്ല. ഇടയ്ക്കൊരു പ്രൊമോ വന്നതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഫാമ വായിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുമായിരിക്കും. ഓക്കെ, താങ്ക്